ഈ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അബ്കാരി ആക്ടുമായി ബന്ധപ്പെട്ട ലാസ്റ്റ് ക്ലാസ് ആണ് ഇന്ന് കേട്ടോ. ഇതോട് കൂടിയിട്ട് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആവും. അതായത് അബ്കാരി ആക്ട് ഇന്നത്തോട് കൂടിയിട്ട് ഫുൾ കംപ്ലീറ്റ് ആവും കേട്ടോ. അപ്പോൾ ഏകദേശം ഇന്നത്തെ ക്ലാസ് അടക്കം 6 ക്ലാസ്സോളം നമ്മൾ എടുത്തിട്ടുണ്ട്. എല്ലാതും അബ്കാരി ആക്ടുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ആദ്യമായിട്ട് ക്ലാസ് കാണുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, ആ ഒരു ഓർഡറിൽ പഠിച്ചു വന്നോളാം. ഫുള്ളായിട്ടല്ലേ ഇതിൽ ഈ ഒരു മൊഡ്യൂൾ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചു വന്നോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ റിവൈസ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. പല സെക്ഷൻസ് എന്നാണ് മാറാതെ പഠിക്കുക. പലതും നമ്മൾ കോഡൊക്കെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യാം, നന്നായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ജൂറിസ്ഡിക്ഷനെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ. നമ്മുടെ ആക്ടിൽ പ്രത്യേകം സിലബസിൽ തന്നെ പ്രത്യേകം പറയുന്നുണ്ട് ജൂറിസ്ഡിക്ഷനിലെ അധികാരങ്ങളെ കുറിച്ചിട്ട് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പം എന്ത് ചെയ്യണം, നമ്മളത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, അതിലെ ഫസ്റ്റ് സെക്ഷൻ ആണ് ഏത്, സെക്ഷൻ 50 എന്ന് പറയുന്നത്. ഏതാണ് സെക്ഷൻ 50 അല്ലെ. സെക്ഷൻ 50 എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? സെക്ഷൻ 50 ഇവിടെ നോക്കൂ. അബ്കാരി ഉദ്യോഗസ്ഥൻ നൽകുന്ന റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കാൻ മജിസ്ട്രേറ്റിനുള്ള അധികാര പരിധിയെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് ഏത്, സെക്ഷൻ 50 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് സെക്ഷൻ 50 എന്ന് പറഞ്ഞാല് നമുക്കറിയാലേ, ഇപ്പൊ ഒരു എന്തെങ്കിലും ഈ മദ്യവും മറ്റു ലഹരി പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കേസ് ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെ, അതിന്റെ റിപ്പോർട്ടൊക്കെ തയ്യാറാക്കുന്നത് ആരാണ്? ഈ അബ്കാരി ഉദ്യോഗസ്ഥരായിരിക്കും അല്ലെ. ഈ അബ്കാരി ഉദ്യോഗസ്ഥർ തയ്യാറാക്കുന്ന ഈ റിപ്പോർട്ട് അല്ലെ, അത് പിന്നീട് എങ്ങോട്ടേക്ക് സമർപ്പിക്കണം അല്ലെ, മജിസ്ട്രേറ്റിന് മുമ്പാകെ സമർപ്പിക്കണം അല്ലെ. അദ്ദേഹമാണ് ഈ ഒരു കേസിന്മേൽ അന്തിമ വിധിയൊക്കെ തീരുമാനിക്കല്ലേ. അതിന് ആ ഒരു കുറ്റവാളിക്ക് ശിക്ഷ കൊടുക്കുന്നതും അതുപോലെ അദ്ദേഹത്തിനുള്ള ജാമ്യം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? മജിസ്ട്രേറ്റ് ആണ്. അപ്പൊ ഈ മജിസ്ട്രേറ്റിന് അല്ലെ ഈ റിപ്പോർട്ടിന്മേലുള്ള അധികാരങ്ങളെ കുറിച്ച് പറയുന്ന സെക്ഷൻ ആണ് ഏത്, സെക്ഷൻ 50 എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ എന്താണ് സെക്ഷൻ 50? മജിസ്ട്രേറ്റിന്റെ അധികാരം അല്ലെ, എന്തിന്മേല്, ഈ ഒരു റിപ്പോർട്ടിന്മേലുള്ള മജിസ്ട്രേറ്റിന്റെ അധികാരത്തെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 50 എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഓരോ കുറ്റകൃത്യം ഉണ്ടായി കഴിഞ്ഞാലും അതുമായി ബന്ധപ്പെട്ട കേസും കാര്യങ്ങളൊക്കെ എന്താണ്, ഒട്ടും കാലതാമസം ഇല്ലാതെ എന്ത് ചെയ്യണം, തീർപ്പാക്കണം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ക്ലിയർ അല്ലേ? ദെൻ നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം. സെക്ഷൻ 50A ആണ് കേട്ടോ. ഓക്കെ, അടുത്ത സെക്ഷൻ ഏതാണ്? സെക്ഷൻ 50A അല്ലെ. 50A എന്താ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മജിസ്ട്രേറ്റിന്റെ നടപടിക്രമങ്ങളെ കുറിച്ച് അല്ലെ, അദ്ദേഹം കൈക്കൊള്ളേണ്ട നടപടിക്രമങ്ങളെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് ഏത്, 50A എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 50 എന്ന് പറഞ്ഞാൽ ഏതാണ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ മജിസ്ട്രേറ്റിന്റെ അധികാരങ്ങളാണ്. ഒരു റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ള അധികാരങ്ങളെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 50. എന്നാൽ സെക്ഷൻ 50A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അല്ലെ ആ ഒരു റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ നടപടികൾ ചെയ്യണം എന്നതിനെ കുറിച്ച് പറയുന്നതാണ് 50A എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ അദ്ദേഹത്തിന് ഒരു റിപ്പോർട്ട് കിട്ടി അല്ലെ, അബ്കാരി ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്നൊരു റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം അത് പരിശോധിക്കുമ്പോൾ ആ ഒരു റിപ്പോർട്ട് അല്ലെ, അല്ലെങ്കിൽ ആ ഒരു കേസ് നമ്മുടെ സെഷൻസ് കോടതിയുടെ അധികാര പരിധിയിലാണ് വരുന്നതെങ്കിൽ അത് എങ്ങോട്ടേക്ക് മാറ്റണം, അത് സെഷൻ കോടതിയിലേക്ക് മാറ്റണം. അതും ആരുടെ ഒരു അധികാരമാണ്? നമ്മുടെ മജിസ്ട്രേറ്റിന്റെ പരിധിയിൽ വരുന്നതാണ്. അതും കൂടി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ 50A എന്ന് പറഞ്ഞാൽ എന്താണ്? മജിസ്ട്രേറ്റ് കൈക്കൊള്ളേണ്ട നടപടിക്രമങ്ങളാണ് എന്ന് ഓർത്ത് വെച്ചേട്ടോ. ദെൻ അടുത്ത സെക്ഷൻ നോക്കാം. അടുത്ത സെക്ഷൻ 51 ആണ് കേട്ടോ. ഇതും ഇമ്പോർട്ടന്റ് ആണ്. ഏതാണ്? സെക്ഷൻ 51. എന്താണ്? ഇപ്പൊ ഇതുവരെ നമ്മൾ മജിസ്ട്രേറ്റിന്റെ കാര്യമാണ് പറഞ്ഞല്ലേ. ഇനി സെക്ഷൻ 51 പറയുന്നത് നമ്മുടെ അബ്കാരി ഇൻസ്പെക്ടറുടെ അധികാരങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, ആരുടേതാണ്? അബ്കാരി ഇൻസ്പെക്ടറുടെ അധികാരങ്ങളാണ് അല്ലെ. നമുക്കറിയാം അബ്കാരി ഇൻസ്പെക്ടർ ആണ് അല്ലെ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട കുറ്റവാളികളെ നമ്മുടെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നതൊക്കെ ആരാണ്? നമ്മുടെ അബ്കാരി ഇൻസ്പെക്ടർമാരാണ്. അതുപോലെ തന്നെ നമുക്ക് വിറ്റ്നസിനെ അല്ലെങ്കിൽ ആരാണ്? സാക്ഷികളെ ഹാജരാക്കാനുള്ള ഒക്കെ അധികാരം ആർക്കാണുള്ളത്? നമ്മുടെ അബ്കാരി ഇൻസ്പെക്ടർക്കാണ് കേട്ടോ. അപ്പൊ ഇത്തരം ഈ എന്താണ് പവറാണ് ഏത് സെക്ഷനിൽ പറയുന്നത്? സെക്ഷൻ 51 പറയുന്നത്. ആരുടെ പവർ? നമ്മുടെ അബ്കാരി ഇൻസ്പെക്ടറുടെ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? മജിസ്ട്രേറ്റിന് മുന്നിൽ സാക്ഷികളെ ഹാജരാക്കുക, അതുപോലെ കുറ്റവാളികളെ ഹാജരാക്കാനൊക്കെ ഉള്ള അബ്കാരി ഇൻസ്പെക്ടറുടെ അധികാരത്തെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് ഏതാ? സെക്ഷൻ 51 എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ 50ഉം 51ഉം പഠിച്ചില്ലേ? 50 ആരെ കുറിച്ചിട്ടാണ് പറയുന്നത്? മജിസ്ട്രേറ്റിന്റെ അധികാരങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. 51ഓ നമ്മുടെ അബ്കാരി ഇൻസ്പെക്ടറുടെ അധികാരങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്തത് നോക്കാം. അടുത്ത സെക്ഷനാണ് സെക്ഷൻ 52. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സെക്ഷൻ 52 എന്ന് പറഞ്ഞാൽ ഓക്കെ, അപ്പൊ അത് പഠിച്ചു വെച്ചേക്കാം. എന്താണ് സെക്ഷൻ 52 എന്ന് പറഞ്ഞാൽ? സെക്ഷൻ 52 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കേസുമായി ബന്ധപ്പെട്ടല്ലേ, നമ്മളിപ്പോൾ ഒരു കുറ്റവാളിയെ പിടിച്ചു കഴിഞ്ഞാൽ അയാളെ 24 മണിക്കൂറിനകം മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കണം. ഓക്കെ, എത്ര മണിക്കൂറിനകം? 24 മണിക്കൂറിനകം മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കണം. ഓക്കെ, ഇനി ഈ 24 മണിക്കൂറിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പാടില്ല? ഈ മജിസ്ട്രേറ്റിന്റെ അനുമതി ഇല്ലാതെ നമുക്ക് 24 മണിക്കൂറിൽ കൂടുതൽ ഒരു കുറ്റവാളിനെയും കസ്റ്റഡിയിൽ വെക്കാൻ പാടില്ല. ഓക്കെ, അങ്ങനെ വെക്കാൻ പാടില്ല എന്ന് പറയുന്ന സെക്ഷനാണ് ഇത്, സെക്ഷൻ 52. പഠിച്ചു വെച്ചേക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്.
വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സെക്ഷൻ 52 എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ? 52 എന്ന് പറഞ്ഞാൽ എന്താണ്? കുറ്റവാളികളെ 24 മണിക്കൂറിൽ കൂടുതൽ, ഓക്കെ, അതായത് ഒരു ദിവസത്തിൽ കൂടുതൽ എവിടെ വെക്കാൻ പാടില്ല? കസ്റ്റഡിയിൽ വെക്കാൻ പാടില്ല. ആരുടെ അനുമതി ഇല്ലാതെ? നമ്മുടെ മജിസ്ട്രേറ്റിന്റെ അനുമതി ഇല്ലാതെ. അപ്പൊ അതിനെക്കുറിച്ച് പറയുന്ന സെക്ഷൻ ആണ് ഏത്? സെക്ഷൻ 52. ക്ലിയർ അല്ലേ? അടുത്ത സെക്ഷനിലോട്ട് പോകാം. അടുത്ത സെക്ഷനാണ് സെക്ഷൻ 53B. ഓക്കെ, സെക്ഷൻ 53B എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? എന്തിനെ കുറിച്ചിട്ടാണ്? ഇപ്പൊ നമ്മളില്ലേ ഇപ്പൊ വണ്ടിയൊക്കെ പിടിച്ചെടുക്കൂല്ലേ? അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട മറ്റു മദ്യമോ ലഹരി പദാർത്ഥമൊക്കെ ബന്ധപ്പെട്ടിട്ട് വണ്ടിയോടുക്കനെയാവും നമ്മൾ പിടിച്ചെടുക്കല്ലേ? അപ്പൊ ഈ വണ്ടിയിലെ വണ്ടിയിലുള്ള അധികാരവും ആർക്കുണ്ട്? നമ്മുടെ കോടതിക്കുണ്ട് അല്ലെ? ആ വണ്ടി പിടിച്ചെടുക്കാനുള്ള അധികാരമൊക്കെ ആർക്കുണ്ട് അല്ലെ? ഇപ്പൊ നമ്മൾ സ്പിരിറ്റ് വണ്ടിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അല്ലെ, ആ സ്പിരിറ്റ് മാത്രമല്ല പിടിച്ചു വെച്ചേക്കുന്നത് അല്ലെ, ആ സ്പിരിറ്റ് വണ്ടിയോടുക്കനെയാണ് പിടിച്ചു വെക്കുക. അപ്പൊ അതൊക്കെ ഇങ്ങനെ പിടിച്ചു വെക്കാനുള്ള അധികാരം അല്ലെ, കോടതിക്കുള്ള അധികാരങ്ങളെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് ഏത്? സെക്ഷൻ 53B എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇൻ കേസിൽ ആ വണ്ടി വിട്ടുകൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ വണ്ടിയുടെ മാർക്കറ്റ് വാല്യൂ അല്ലെ, അതായത് നിലവിൽ ആ വണ്ടിക്ക് എന്ത് വിലയുണ്ട് ആ വില ഇവര് ഇവിടെ ബോണ്ടായിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടി തിരിച്ചു കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കാം. അപ്പൊ എന്താണ് 53B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, ഈ വണ്ടി അതായത് തൊണ്ടി മുതലും കൂടി പിടിച്ചെടുക്കാനുള്ള അധികാരം ആർക്കുണ്ട്? നമ്മുടെ കോടതിക്കുണ്ട്. ആ ഒരു സെക്ഷനാണ് ഏതാ? സെക്ഷൻ 53B എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? നോക്കാം. അബ്കാരി നിയമപ്രകാരം പിടിച്ചെടുത്ത വസ്തുക്കളിന്മേലുള്ള കോടതിയുടെ അധികാര പരിധിയെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് ഏത്? സെക്ഷൻ 53B. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ 50, 51 അതുപോലെ 52, 53 ആണ് പഠിച്ചത് കേട്ടോ. അപ്പൊ 50 എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്ഷൻ 50 അല്ലെ, നമ്മുടെ ഫസ്റ്റിലെ മജിസ്ട്രേറ്റിന്റെ അധികാരമാണ് അല്ലെ, ഒരു കേസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിലെടുക്കേണ്ട അധികാരത്തെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് 50 എന്ന് പറയുന്നത്. 51 എന്ന് പറഞ്ഞാലോ? 51 എന്ന് പറഞ്ഞാൽ അദ്ദേഹം അല്ല, നമ്മുടെ അബ്കാരി ഇൻസ്പെക്ടറുടെ അല്ലെ, അബ്കാരി ഇൻസ്പെക്ടറുടെ അധികാരങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഏതില്? 51. ഓക്കെ, 52 എന്താണ്? 52 ആ 2 വെച്ച് തുടങ്ങാം അല്ലെ, 24 മണിക്കൂറിനുള്ളിൽ 24 മണിക്കൂറിൽ കൂടുതൽ നമ്മൾ കുറ്റവാളികളെന്നും കസ്റ്റഡിയിൽ വെക്കാൻ പാടില്ല. ആരുടെ അനുമതി ഇല്ലാതെ? മജിസ്ട്രേറ്റിന്റെ അനുമതി ഇല്ലാതെ. ഓക്കെ, പിന്നെ 53B പറഞ്ഞത് എന്താണ്? ബി ഇല്ലേ, വാഹനങ്ങളെ കുറിച്ചിട്ടാണ്. ഓക്കെ, അതായത് അതുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ, ഓക്കെ, വസ്തുക്കളാണ് ഈ അബ്കാരി നിയമപ്രകാരം പിടിച്ചെടുത്ത വസ്തുക്കളിന്മേലുള്ള അധികാരത്തെ കുറിച്ച് പറയുന്ന സെക്ഷനാണ്, കോടതിക്കുള്ള അധികാരത്തെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് ഏത്? 53B എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത സെക്ഷനിലോട്ട് പോകാം. അടുത്തൊരു സെക്ഷൻ നമ്മൾ അതേപോലെ തന്നെ സിലബസിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ള സെക്ഷനാണ് സെക്ഷൻ 56ഉം 58ഉം. അപ്പൊ ആ ഒരു സെക്ഷനോട് കൂടിയിട്ട് നമ്മുടെ ഏകദേശം ഈ ഒരു മൊഡ്യൂൾ തീരും. ഓക്കെ, അപ്പൊ 56, 52 വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്ത് ചെയ്തിട്ടുണ്ട്? സിലബസിൽ പ്രത്യേകം സെക്ഷൻ 56, സെക്ഷൻ 58 എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെന്ത് ചെയ്യണം? നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. ഓക്കെ, അപ്പൊ സെക്ഷൻ 56 എന്ന് പറഞ്ഞാൽ എന്താ അല്ലെ? ലൈസൻസിയെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലെ, ലൈസൻസിയുടെ തെറ്റായ പെരുമാറ്റങ്ങളെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 56 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആരാണ് ഈ ലൈസൻസി എന്ന് പറഞ്ഞാല്? ആരാണ് ലൈസൻസി എന്ന് പറഞ്ഞാല്? അതായത് എന്താണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, മദ്യവും മറ്റു ലഹരി പദാർത്ഥങ്ങളൊക്കെ നമുക്ക് കൈവശം വെക്കാനും അത് വിൽക്കാനൊക്കെ കുറച്ച് അവകാശമുള്ള ആൾക്കാരുണ്ടല്ലേ. അവകാശം എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് ചില പെർമിറ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ പെർമിറ്റ് ഇല്ലാതെ ഇതൊന്നും ചെയ്യാൻ പാടില്ല അല്ലെ. അപ്പൊ ഇങ്ങനെ ലൈസൻസ് ഉള്ള വ്യക്തികളെ കുറിച്ച് പറയുന്നതാണ് ഏത്? വ്യക്തികളെയാണ് എന്തെന്ന് പറയുന്നത്? ലൈസൻസി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പം ബാർ ഷോപ്പ് ഉടമയ്ക്കൊക്കെ എന്തുണ്ടായിരിക്കും? ലൈസൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അവരൊക്കെ എന്താണ്? ലൈസൻസികളാണ് കേട്ടോ. അപ്പൊ ഈ അദ്ദേഹത്തിന്റെ കീഴിൽ പണിയെടുക്കുന്ന ആൾക്കാരൊക്കെ ഈ ഒരു ലൈസൻസിയുടെ കീഴിൽ ഉൾപ്പെടും കേട്ടോ. അതും കൂടി ശ്രദ്ധിക്കണം. കാരണം ഇപ്പൊ അയാൾ ചെയ്തിട്ടില്ലെങ്കിലും അയാളുടെ ജോലിക്കാരന് ചെയ്തു കഴിഞ്ഞാലും എന്താണ്? കുറ്റാർഹമാണ് കേട്ടോ. അപ്പൊ അതും കൂടി ഓർത്ത് വെക്കുക. അപ്പൊ ലൈസൻസി എന്ന് പറഞ്ഞാൽ ആരാന്ന് മനസ്സിലായില്ലേ അല്ലെ? ലൈസൻസ് കൈവശം വെച്ച വ്യക്തികളെയാണ് ലൈസൻസി എന്ന് പറയുന്നത്. അപ്പൊ സെക്ഷൻ 56 എന്താ പറയുന്നത്? ഈ ലൈസൻസിയുടെ എന്തെങ്കിലും തെറ്റായിട്ടുള്ള പെരുമാറ്റങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഇയാളുടെ തെറ്റായ പെരുമാറ്റങ്ങൾ എന്ന് പറഞ്ഞാല് എന്തൊക്കെയാണ് അല്ലെ? ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട്. എന്താണ്? ഏതെങ്കിലും അബ്കാരി ഉദ്യോഗസ്ഥല്ലേ, ഇപ്പൊ നിങ്ങളൊക്കെ ഭാവിയിൽ ഇനി സിവിൽ എക്സൈസ് ഓഫീസറൊക്കെ ആയി കഴിഞ്ഞാൽ അല്ലെ, ഇൻ കേസ് എവിടെയെങ്കിലും ഇപ്പോൾ ഒരു എന്താണ് സെർച്ചിന് വേണ്ടിയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആവശ്യപ്പെടാം അല്ലെ, അവിടെ നടത്തിപ്പുകാരനോട് ചോദിക്കാം, എന്ത്? ലൈസൻസ് ചോദിക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ ചോദിക്കാൻ നമുക്ക് എന്തുണ്ട്? അധികാരമുണ്ട്. അത് തരാനുള്ള അവകാശം ആർക്കുണ്ട്? അല്ല, തരാനുള്ള അധികാരവും ആർക്കുണ്ട്? അവർക്കുണ്ട്. അങ്ങനെ ഇൻ കേസ് അവരത് തരാതിരുന്നു കഴിഞ്ഞാൽ എന്താണ്? അത് കുറ്റമാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് എന്ത്? ലൈസൻസിയുടെ തെറ്റായ പെരുമാറ്റത്തിൽ വരുന്നത്. അതുപോലെ തന്നെ അയാളുടെ ആ ലൈസൻസ് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും എന്താണ്? നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്യുക, അതൊക്കെ എന്താണ്? അയാളുടെ തെറ്റായ പെരുമാറ്റങ്ങളിൽ വരുന്നതാണ്. അതുപോലെ തന്നെ അല്ലേ, കലാ കായിക മേളൊക്കെ നടക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടാവുമല്ലോ, അവിടെ പോയിട്ട് എന്ത് ചെയ്യുക? ഇങ്ങനെ മദ്യവും മറ്റ് ലഹരി പദാർത്ഥങ്ങളൊക്കെ വിൽക്കുക, ഇതൊക്കെ എന്താണ്? നമ്മുടെ ലൈസൻസിയുടെ തെറ്റായ പെരുമാറ്റങ്ങളിൽ വരുന്നതാണ്. ഓർത്ത് വെച്ചേക്കണം കേട്ടോ. അപ്പൊ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അയാൾക്കുള്ള ശിക്ഷയെ പറ്റി പറയുന്നുണ്ട്. എത്രയാണ് ആ ശിക്ഷ? 6 മാസം വരെ തടവ്. ഓക്കെ, എത്രയാണ് ശിക്ഷ?
ഇങ്ങനെ ലൈസൻസ് ചെയ്യുന്ന തെറ്റായ പെരുമാറ്റത്തിലൂടെ അയാൾക്ക് കിട്ടുന്ന ശിക്ഷ എത്രയാണ്? 6 മാസം വരെ തടവും അതുപോലെ 25,000 രൂപയാണ് കേട്ടോ പിഴ. അതും കൂടി ഓർത്ത് വെച്ചേക്ക്. എത്രയാണ്? 25,000 രൂപ പിഴയാണ്. എത്രയാണ്? 6 മാസം തടവും 25,000 രൂപ പിഴയുമാണ് കേട്ടോ. അപ്പൊ സെക്ഷൻ 56 അല്ലെ എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? നമ്മുടെ ലൈസൻസിയുടെ തെറ്റായ പെരുമാറ്റങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലെ. അപ്പൊ ലൈസൻസി എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ ലൈസൻസ് കൈവശം വെച്ച വ്യക്തികളാണ്. അയാൾ എന്തെങ്കിലും ലൈസൻസ് ചോദിച്ചു കഴിഞ്ഞാൽ തരാതിരിക്കുക, അല്ലെങ്കിൽ വേറെന്താണ് അല്ലെ, ഈ ലൈസൻസ് ഉപയോഗിച്ചിട്ട് അയാൾ നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്യുക, അല്ലെങ്കിൽ മറ്റേ കലാ കായിക മേളൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് മദ്യോ ലഹരി പദാർത്ഥങ്ങളൊക്കെ കൊണ്ടുപോയി വിൽക്കുക. ഇതൊക്കെ ചെയ്താൽ എന്താണ്? അതൊക്കെ അദ്ദേഹത്തിന്റെ പെരുമാറ്റ ദൂഷ്യത്തിൽ വരുന്നതാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അയാൾക്കുള്ള ശിക്ഷയാണ് എന്ത്? 6 മാസം വരെ തടവും അതുപോലെ 25,000 രൂപ പിഴയും. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത സെക്ഷനിലോട്ട് പോകാം. അതിന്റെ ഒരു സബ് സെക്ഷൻസ് പറയുന്നുണ്ട്. 56A അതുപോലെ 56A2 പറയുന്നുണ്ട് കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, 56A എന്താ പറയുന്നത്? ലഹരി പദാർത്ഥങ്ങൾ ലഹരി പദാർത്ഥങ്ങൾ നിർമ്മിക്കാനും കൈവശം വെക്കാനും അധികാരമുള്ള വ്യക്തികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് ഏത്? സെക്ഷൻ 56A എന്ന് പറയുന്നത്. ഓക്കെ, ഇത് വേറെ സെക്ഷനാണ്. എന്താണ് സെക്ഷൻ 56A എന്ന് പറഞ്ഞാൽ? എന്താണ്? അതായത് ലഹരി പദാർത്ഥങ്ങളും നിർമ്മിക്കാനും അതുപോലെ കൈവശം വെക്കാനൊക്കെ ഉള്ള അധികാരമുള്ള വ്യക്തികളെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. ചില ആൾക്കാർക്കല്ലേ എന്താണ് ഇത് കൈവശം വെക്കാൻ അതുപോലെ അത് നിർമ്മിക്കാനൊക്കെ ഉള്ള അവകാശം ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അതായത് നമ്മൾ പറഞ്ഞില്ലേ ചില മെഡിസിൻസിലൊക്കെ എന്താണ് അല്ലെ ചെറിയ അളവിലൊക്കെ ആൽക്കഹോളൊക്കെ ചേർക്കുന്നുണ്ട് അല്ലെ, അതുപോലെ മറ്റു ലഹരി പദാർത്ഥങ്ങളൊക്കെ ചെറിയ അളവിലൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പൊ എന്താണ്? അവർക്ക് അത് കൈവശം വെക്കാനുള്ള അധികാരമുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ അധികാരമുള്ള വ്യക്തികളെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് ഏത്? സെക്ഷൻ 56A എന്ന് പറയുന്നത്. ഓർത്ത് വെച്ചേക്ക. ഏതാണ്? സെക്ഷൻ 56A എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആരൊക്കെയായിരിക്കും ആ വ്യക്തികൾ എന്ന് ഓർത്ത് വെച്ചേക്ക. ആരാണ്? ഈ വകുപ്പ് പ്രകാരം രസതന്ത്രജ്ഞൻ, അതുപോലെ മരുന്ന് കച്ചവടക്കാരൻ, അതുപോലെ വൈദ്യൻ, വൈദ്യശാല ഡിസ്പെൻസറി നടത്തുന്ന വ്യക്തികൾ, ഇവർക്കൊക്കെ എന്താണ് അല്ലെ നിയന്ത്രണ വിധേയമായിട്ട് ഇങ്ങനെ ഇത്തരം ലഹരി വസ്തുക്കളൊക്കെ കൈവശം വെക്കാനുള്ള അധികാരമുണ്ട് അല്ലെ. അപ്പൊ അവര് നിർമ്മിക്കുന്ന അല്ലെങ്കിൽ മെഡിസിൻ ആണെങ്കിൽ അല്ലെ അതൊക്കെ നിർമ്മിക്കുന്ന ചെറിയ അളവിൽ ഇത് വേണം. അതുകൊണ്ടാണ് ഇത് അവർക്ക് കൈവശം വെക്കാനുള്ള അധികാരം ഉണ്ടെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഈ ഒരു വ്യക്തികളെയാണ് നമ്മൾ ഏത് സെക്ഷനിൽ പറയുന്നത്? 56A പറയുന്നത്. ക്ലിയർ അല്ലേ? 56A സെറ്റ് അല്ലേ? അടുത്തത് ഇതിന്റെ കൂടെ വരുന്നതാണ് 56A2 എന്ന് പറയുന്നത്. ഓക്കെ, 56A2 പഠിക്കാൻ എളുപ്പമാണ്. എങ്ങനെയാണ് അല്ലെ? ഇങ്ങനെ വെക്കാം അല്ലെ. ഇവർക്ക് ഈ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമേ വെക്കാൻ പാടുള്ളൂ അല്ലെ. ഇപ്പൊ മരുന്ന് നിർമ്മിക്കുകയാണെങ്കിൽ അതിൽ ഉപയോഗിക്കേണ്ട ലഹരിയിലെ അത് മാത്രം ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ. അങ്ങനെ അവർ അതിനല്ലാതെ വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള ശിക്ഷയെ പറ്റി പറയുന്ന സെക്ഷനാണ് ഇത് 56A2 എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? 56A2 എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായില്ലേ? 56A എന്ന് പറഞ്ഞാൽ എന്താ അല്ലെ? ചില വ്യക്തികൾക്ക് ഇപ്പൊ രസതന്ത്രജ്ഞൻ, അതുപോലെ മരുന്ന് കച്ചവടക്കാർ, അതുപോലെ വൈദ്യശാല നടത്തുന്ന ഡിസ്പെൻസറികളിലെ അവർക്കൊക്കെ എന്താണ് നിയന്ത്രണ വിധേയമായിട്ട് ഇതൊക്കെ കൈവശം വെക്കാനുള്ള അവകാശമുണ്ട് അല്ലെ. അതായത് അവർ നിർമ്മിക്കുന്ന മരുന്നിലും ഇതൊക്കെ എന്താണ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇവരിത് അവരുടെ ഈ ഒരു ആവശ്യത്തിനല്ലാതെ വേറെ ആവശ്യത്തിന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവർക്കുള്ള ശിക്ഷയെ പറ്റി പറയുന്ന സെക്ഷനാണ് ഇത് 56A2 എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അങ്ങനെ എന്താണ് ആ ശിക്ഷ? എത്രയാ? 5,000 രൂപയാണ് പിഴ. ഓക്കെ, ഇവിടെ എന്താണ് ശിക്ഷ? അവർ വേറെ ആവശ്യങ്ങൾക്ക് അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവരുടെ ശിക്ഷ എത്രയാണ്? ശിക്ഷ? 5,000 രൂപ പിഴയാണ് കേട്ടോ. പ്രത്യേക തടവിന്റെ കാര്യമൊന്നും പറയുന്നില്ല. ശിക്ഷ എന്ന് ഓർത്ത് വെച്ചേക്ക. എത്രയാണ്? 5,000 രൂപയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത സെക്ഷനിലോട്ട് പോകാം. ഇത് ലാസ്റ്റ് സെക്ഷൻ കേട്ടോ. ലാസ്റ്റ് സെക്ഷൻ ആണ് നമ്മുടെ അബ്കാരി ആക്ടിൽ ലാസ്റ്റ് സെക്ഷൻ ആണ്. പഠിച്ചു വെച്ചേക്ക. സെക്ഷൻ 58. ഓക്കെ, ഏതാണ് സെക്ഷൻ? സെക്ഷൻ 58 ആണ് അല്ലെ. 58 എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? അവിടെ പ്രത്യേകം നമുക്ക് ചോദിക്കുന്നുണ്ട്. സെക്ഷൻ 58 എന്താന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ സിലബസിൽ. അതും കൂടി പഠിക്കണം. 58 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനധികൃതമായിട്ട് നിർമ്മിച്ചതോ അല്ലെങ്കിൽ കടത്തിയതോ ആയ മദ്യം നമ്മൾ കൈവശം വെച്ച് കഴിഞ്ഞാൽ കൈവശം വെച്ചാലുള്ള ശിക്ഷയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് എങ്ങനെയെങ്കിലും അനധികൃതമായിട്ടോ നിർമ്മിച്ചതായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെ അല്ലെ കടത്തി കൊടുന്ന സാധനമായിരിക്കും. അത് നമ്മൾ കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷയാണ് ഇതിൽ സെക്ഷൻ 58 പറയുന്നത്. ഓക്കെ, അതായത് നിയമവിരുദ്ധമായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടിയതാണെങ്കിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷയാണ് ഏത്? സെക്ഷൻ 58 പറയുന്നത്. എന്താണ് ശിക്ഷ? അല്ലെ വലിയ ശിക്ഷ തന്നെയാണ് അല്ലെ. നമ്മുടെ 10 വർഷം അല്ലെ, 10 വർഷത്തിന്റെ കണക്കാണ്. 10 വർഷം തടവും അതുപോലെ 1 ലക്ഷം രൂപ പിഴയുമാണ് കേട്ടോ. എത്രയാണ്? 10 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയുമാണ്. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഇതെന്താണ്? ഒരു നോൺ ബെയിലബിൾ ഒഫൻസ് ആണ് കേട്ടോ. ജാമ്യം കിട്ടാത്ത കേസാണ്. അപ്പൊ അതുകൂടി ഓർത്ത് വെച്ചേക്കുക. അതായത് അനധികൃതമായിട്ടോ അല്ലെങ്കിൽ കടത്തി കൊണ്ടുവന്ന സാധനമൊക്കെ നമ്മൾ കൈവശം വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള ശിക്ഷയാണ് എന്താ? സെക്ഷൻ 58 പറയുന്നത്. 10 വർഷം വരെ നമുക്ക് തടവ് അനുഭവിക്കുക. അതുപോലെ എന്താണ് 1 ലക്ഷം രൂപ വരെ പിഴയും കൊടുക്കാൻ പറ്റുന്ന ശിക്ഷയാണ് കേട്ടോ. അപ്പൊ ഇത്രയും പറഞ്ഞ സെക്ഷൻസ് ഒക്കെ ക്ലിയർ അല്ലേ? നമുക്ക് ഒന്ന് റിവൈസ് വരാം. പഠിച്ച കാര്യങ്ങളൊന്നും നോക്കാം.
ഫസ്റ്റ് അല്ലേ നമ്മൾ ജൂറിസ്ഡിക്ഷനുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഫസ്റ്റ് സെക്ഷൻ ഏതാ പഠിച്ചത്? സെക്ഷൻ 50 ആണല്ലേ. 50 ആരുടെ സെക്ഷൻ ആണ്? നമ്മുടെ മജിസ്ട്രേറ്റിന്റെയാണ്. അതായത് അബ്കാരി ഇതുമായി ബന്ധപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട അബ്കാരി ഉദ്യോഗസ്ഥൻ കൊണ്ടുവരുന്ന അല്ലെ ആ റിപ്പോർട്ടിന്മേൽ എടുക്കാൻ പറ്റുന്ന അധികാരങ്ങൾ, അതാണ് എന്തിൽ പറയുന്നത്? സെക്ഷൻ 50 പറയുന്നത്. 51 ആണെങ്കിൽ എന്താ? 51 സോറി 51 അല്ല 50A ഉണ്ട് സെപ്പറേറ്റ് അല്ലെ. 50A പറയുന്നത് അല്ലെ അയാൾക്ക് ആ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ നടപടിക്രമങ്ങൾ എടുക്കണം എന്നത് പ്രത്യേകം പറയുന്നതാണ് സെക്ഷൻ 50A. 51 ആണെങ്കിൽ നമുക്ക് നമ്മുടെ അബ്കാരി ഇൻസ്പെക്ടറുടെ അധികാരങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലെ. അതായത് ഇപ്പൊ കുറ്റവാളിയെ നമ്മുടെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുക, അതുപോലെ സാക്ഷികളെ ഹാജരാക്കുക, അതൊക്കെ ആരുടെ അധികാരമാണ്? നമ്മുടെ അബ്കാരി ഇൻസ്പെക്ടറുടെയാണ് കേട്ടോ. അതാണ് സെക്ഷൻ 51 പറയുന്നത്. അടുത്ത സെക്ഷൻ ഏതാണ്? സെക്ഷൻ 52 ആണ് അല്ലെ. അതായത് 52 ആ 2 നിന്ന് തുടങ്ങുന്നത്. അതായത് 24 മണിക്കൂറിനുള്ളിൽ അല്ല 24 മണിക്കൂറിൽ കൂടുതൽ നമ്മുടെ കുറ്റവാളികളെ കസ്റ്റഡിയിൽ വെക്കാൻ പാടില്ല. അതിനെക്കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 52. ക്ലിയർ അല്ലേ? പിന്നെ നമ്മൾ 53B പറഞ്ഞു അല്ലേ. അതായത് വാഹനങ്ങൾ പിടിച്ചെടുക്കുന്ന വസ്തുക്കൾ അല്ലെ. അബ്കാരി നിയമപ്രകാരം പിടിച്ചെടുത്ത വസ്തുക്കളിന്മേലുള്ള കോടതിയുടെ അധികാരത്തെ പറ്റി പറയുന്നതാണ് ഏത്? 53B എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്തത് സെക്ഷൻ 56 ആണ്. 56 എന്താ? ലൈസൻസിയുടെ അല്ലെ ലൈസൻസിയുടെ പെരുമാറ്റ ദൂഷ്യത്തെ പറ്റി പറയുന്നതാണ് 56. അയാൾക്കുള്ള ശിക്ഷ എന്താണ്? 6 മാസം വരെ തടവും അതുപോലെ 25,000 രൂപ പിഴയുമാണ് കേട്ടോ. പിന്നെ 56A പറഞ്ഞത് എന്താണ്? ഈ ലഹരി പദാർത്ഥങ്ങളോ അല്ലെങ്കിൽ നിർമ്മിക്കാനും കൈവശം വെക്കാനും ഒക്കെ ഉള്ള അധികാരമുള്ള വ്യക്തികളെ കുറിച്ചിട്ടാണ് 56A പറയുന്നത്. അത് ആ ഒരു എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെ? അപ്പൊ അവർ മരുന്ന് നിർമ്മിക്കുകയാണെങ്കിൽ ആ ആവശ്യത്തിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അങ്ങനെ വേറെ വല്ല ആവശ്യത്തിന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവർക്കുള്ള ശിക്ഷയാണ് ഇതിൽ പറയുന്നത് 56A പറയുന്നത് അല്ലെ. എന്താ ശിക്ഷ? 5,000 രൂപ പിഴയാണ് കേട്ടോ. ഇനി ലാസ്റ്റ് സെക്ഷൻ ഏതാ? 58 അല്ലെ. 58 എന്താ? അനധികൃതമായിട്ടോ അല്ലെങ്കിൽ കടത്തി കൊടുന്ന സാധനങ്ങൾ എന്ത് ചെയ്യാം? നമ്മൾ കൈവശം വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ശിക്ഷയാണ് ഇതിൽ പറയുന്നത് 58 പറയുന്നത്. എത്രയാണ് ശിക്ഷ? 10 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയുമാണ്. ക്ലിയർ അല്ലേ? ഇത്രയും എടുത്ത കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? കൃത്യമായിട്ട് സെക്ഷൻസ് എഴുതി പഠിച്ചോളൂ കേട്ടോ. അപ്പൊ പരീക്ഷയൊക്കെ ആകുമ്പോഴത്തേക്കും റിവൈസ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ലാസ്റ്റ് ഒരു ഭാഗം കൂടി നമുക്ക് നോക്കാനുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം കൂടിയാണ്, എന്നാൽ പഠിക്കാൻ ഈസി ആയിട്ടുള്ള ഒരു ഭാഗം കൂടിയാണ് കേട്ടോ. എന്താണ് അല്ലെ? ഓരോ മദ്യവും അത് നമുക്ക് കൈവശം വെക്കാനുള്ള അളവുകളെ കുറിച്ചിട്ടാണ് കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാലേ നമുക്ക് എത്ര വയസ്സായാലാണ് നമുക്ക് മദ്യമൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പ്രായം എന്ന് പറഞ്ഞത്? അതെല്ലാവരും ഒന്ന് കമന്റ് ചെയ്തിട്ട് കേട്ടോ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാണ്. നിങ്ങൾ എത്ര വയസ്സായി കഴിഞ്ഞാലാണ് നമുക്ക് മദ്യം മറ്റു ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കാനുള്ള പ്രായം എന്ന് പറയുന്നത്? അത് എത്രയാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അല്ലെ ആ ഒരു വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം അല്ലെ? മദ്യമൊക്കെ ഉപയോഗിക്കാം അല്ലെ. മദ്യം ഉപയോഗിക്കുക അല്ലെങ്കിൽ മദ്യം കൈവശം വെക്കാന്നൊക്കെ പറഞ്ഞു. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ അല്ലെ ഇപ്പൊ മദ്യം കൈവശം വെക്കുക അല്ലെങ്കിൽ മദ്യം ഉപയോഗിക്കുക എന്ന് പറഞ്ഞെന്ന് വെച്ചിട്ട് നമുക്ക് തോന്നിയ അളവിൽ ഒരു 10-20 ലിറ്റർ ഒക്കെ നമ്മുടെ വീട്ടിലൊക്കെ വെക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നമുക്ക് അതൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ലില്ലേ. നമുക്ക് ഉപയോഗിക്കാനുള്ള പ്രായം എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ പ്രായത്തിൽ നമുക്ക് ഒരു പ്രത്യേക അളവിൽ മാത്രമേ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? അത് പ്രത്യേകം നമ്മുടെ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. ഓരോ ബ്രാൻഡിലെ അല്ലെങ്കിൽ ഓരോ മദ്യത്തിൽ ഓരോ ഇനവും ഉപയോഗിക്കേണ്ട കൃത്യമായ അളവ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു അളവാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കൃത്യമായി പഠിച്ചു വെച്ചേക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മാർക്ക് ഷുവർ ആണ്. ഫസ്റ്റ് വേണം നോക്കാം കൊക്കോ ബ്രാൻഡി കേട്ടോ. അപ്പൊ കൊക്കോ ബ്രാൻഡി നമുക്ക് എത്ര അളവാണ് കൈവശം വെക്കാൻ പറ്റുക? 1 ലിറ്റർ വരെയാണ് നമുക്ക് കൈവശം വെക്കാൻ പറ്റുക. ഓക്കെ, അപ്പൊ കൊക്കോ ബ്രാൻഡി എത്രയാണ്? 1 ലിറ്റർ ആണ് കേട്ടോ. അപ്പൊ കൊക്കോ ബ്രാൻഡി എത്രയാണ്? 1 ലിറ്റർ വരെ നമുക്ക് കൈവശം വെക്കാം. ദെൻ കള്ള് എത്രയാണ് അല്ലെ? കുറച്ചും കൂടി കൂടുതൽ വെക്കാം. 1.5 ലിറ്റർ വരെ നമുക്ക് എന്ത് ചെയ്യാം? കള്ള് കൈവശം വെക്കാം. ഓക്കെ, കള്ള് ഉപയോഗിക്കാം. എത്രയാണ്? 1.5 ലിറ്റർ ആണ്. അപ്പൊ കൊക്കോ ബ്രാൻഡിൽ ആ ഒരു ഓർഡറിൽ പഠിച്ചു വെച്ചേക്കാം. കൊക്കോ ബ്രാൻഡി ആണെങ്കിൽ 1 ലിറ്റർ, കള്ളാണെങ്കിൽ 1.5 ലിറ്റർ. ഓക്കെ, അടുത്തത് വിദേശ നിർമ്മിത വിദേശ മദ്യം. ഓക്കെ, അതായത് വിദേശ നിർമ്മിത വിദേശ മദ്യം ഉണ്ട്, അതുപോലെ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം ഉണ്ട്. ഇത് രണ്ടിന്റെയും വ്യത്യാസം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയുന്നു വിശ്വസിക്കുന്നു. നമ്മൾ പ്രത്യേകം ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതായത് വിദേശ നിർമ്മിത വിദേശ മദ്യം എന്ന് പറഞ്ഞാൽ എന്താ? അത് മൊത്തം അതിന്റെ നിർമ്മാണവും എല്ലാ കാര്യങ്ങളും എവിടെയാണ്? വിദേശത്ത് വെച്ചിട്ടാണ് നടക്കുക. അതെന്ത് ചെയ്യുന്നു? പിന്നീട് ഇങ്ങോട്ടേക്ക് കയറ്റുമതി ചെയ്യാണ് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയിലോട്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ സ്കോച്ച് ഒക്കെ ഇതിൽ വരുന്നതാണ് വിദേശ നിർമ്മിത വിദേശ മദ്യമാണ്. അപ്പൊ അത് കൈവശം വെക്കാൻ എത്ര ലിറ്റർ നമുക്ക് കൈവശം വെക്കാം? 2.5 ലിറ്റർ കൈവശം വെക്കാം കേട്ടോ. എത്രയാണ്? 2.5 ലിറ്റർ കൈവശം വെക്കാം. ദെൻ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം അല്ലെ. അത് പറഞ്ഞാൽ എന്താണ്? ഒരു വിദേശീയരുടെ മദ്യമാണ്, പക്ഷെ അത് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഇന്ത്യയിൽ വെച്ചിട്ടാണ് അത് നിർമ്മിക്കുന്നത്. ഓക്കെ, അതെന്താണ്? വിദേശ മദ്യമാണ്, പക്ഷെ അത് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഇന്ത്യയിൽ വെച്ചിട്ട് അതങ്ങ് നിർമ്മിക്കുകയാണ്. അതാണ് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം. അതിന് എക്സാമ്പിൾ ആണ് ബ്രാൻഡി എന്നൊക്കെ പറയുന്നത്. ക്ലിയർ അല്ലേ? അത് നമുക്ക് എത്ര കൈവശം വെക്കാം? അതിലെ ഒരു 1/2 ലിറ്ററും കൂടി കൂടുതൽ വെക്കുക അല്ലെ. നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഒരു 3 ലിറ്റർ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? കൈവശം വെക്കാം. ഓക്കെ, അപ്പൊ വിദേശ നിർമ്മിത വിദേശ മദ്യം ആണെങ്കിൽ 2.5 ലിറ്ററേ ഉള്ളൂ. എന്നാൽ നമ്മുടെ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം ആണെങ്കിൽ ഇന്ത്യയിൽ നിർമ്മിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു 1/2 ലിറ്ററും കൂടി നിങ്ങൾക്ക് കൂടുതൽ വെക്കാനുള്ള
ഇത് വരുന്നുണ്ട് അല്ലേ, 3 ലിറ്റർ വരെയൊക്കെ നമുക്ക് കൈവശം വെക്കാം. ദെൻ ലാസ്റ്റ് അല്ലേ ബിയർ വൈൻ അല്ലേ, ബിയർ വൈൻ വലിയ ഡേഞ്ചർ ഒന്നല്ലാത്ത സാധനങ്ങളാണ് ബിയർ വൈനൊക്കെ. അതൊക്കെ നമുക്കൊരു 3.5 ലിറ്റർ വരെയൊക്കെ എന്ത് ചെയ്യാം, കൈവശം വെക്കാം. ഓക്കെ, അപ്പൊ ബിയറും വൈനൊക്കെ എന്താണ് ഒരു 3.5 ലിറ്റർ വരെയൊക്കെ കൈവശം വെക്കാം. അപ്പൊ ഇതൊന്നും ഓർഡറിൽ പഠിച്ചു വെച്ചേക്കാം. ആദ്യം നമ്മൾ പറഞ്ഞില്ലേ കൊക്കോ ബ്രാൻഡി എത്രയാണ്, 1 ലിറ്റർ ആണ്. കള്ളാണെങ്കിൽ ഒരു 1.5 ലിറ്റർ, എത്രയാണ് 1.5 ലിറ്റർ ആണ്. പിന്നെ വിദേശ നിർമ്മിത വിദേശ മദ്യമാണെങ്കിൽ 2.5 ലിറ്ററും, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമാണെങ്കിൽ എത്രയാ 3 ലിറ്ററും, പിന്നെ ബിയറും വൈനും എത്രയാ 3.5 ലിറ്റർ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത്രയേ ഉള്ളൂ. നമ്മുടെ അബ്കാരി ആക്ടുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ അല്ലേ? കൃത്യമായിട്ട് പഠിച്ച് വെച്ചോളാം. ഓരോന്നും എന്ത് ചെയ്യുക, സെപ്പറേറ്റ് നിങ്ങൾ ലെക്ചർ നോട്ടായിട്ട് എഴുതി ഉണ്ടാക്കുക കേട്ടോ. അങ്ങനെ പഠിക്കാം. അപ്പോൾ നമുക്കൊരു അടുത്ത മൊഡ്യൂളുമായിട്ട് കാണുന്നത് വരെ ഓക്കെ ബൈ, താങ്ക് യു.